ജോസു 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 മമ്മിനെ ഡ്രോപ്പ് ചെയ്യാൻ വരാനോ? മമ്മിനെ ഡ്രോപ്പ് ചെയ്യാൻ വരാനോ ജോസു? ജോസു അമ്മ പോയിട്ട് വരാം. നല്ല കുട്ടിയായിട്ട് ഇരിക്കും നീ ഗുഡ് ഗേൾ ആയിട്ട് ഇരിക്കോ ജോസു? അമ്മ ടാറ്റ പോയിട്ട് വരട്ടെ. നീ ഡാഡിന്റെ കൂടെ ഗുഡ് ഗേൾ ആയിട്ട് ഇരിക്കോ? ഹലോ, നിങ്ങളെയും എൻ്റെ കൂടെ കേരളത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നാട്ടിൽ വന്നത് കല്യാണം കൂടാനാണെന്ന്. സോ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് എൻ്റെ 1 വീക്ക് നാട്ടിലെ ആക്ടിവിറ്റീസും പിന്നെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നാട്ടിൽ കാല് കുത്തിയതും ആദ്യം പോയത് ലുലുവിലേക്ക്. ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതോടെ അന്നത്തെ ദിവസം തീർന്നു കിട്ടി. വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉള്ളതുകൊണ്ടും പിന്നെ ലീവൊന്നും അധികം എടുക്കാനില്ലാത്തതുകൊണ്ടും പിറ്റേ ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് വർക്കൊക്കെ ചെയ്തു. പിന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 3 നേരം ഫുഡ് പ്ലേറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ ജോലി മാത്രം നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു കല്യാണത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. കാരണം ഇത് ഞങ്ങളുടെ ഗ്യാങ്ങിലെ ലാസ്റ്റത്തെ കല്യാണമാണ്. അങ്ങനെ 26-ാം തീയതി രാവിലെ തന്നെ തൃശ്ശൂരിലേക്കുള്ള വന്ദേ ഭാരതും കയറി പോകുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇയാളെ ഒന്ന് നല്ലോണം നോക്കി വെച്ചോ. ഇതാണ് നമ്മളുടെ ബ്രൈഡ് കൃഷ്ണേന്ദു. നിന്റെ മമ്മി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് 2 വാക്ക്. എനിക്കതിൽ തീരെ താല്പര്യമില്ല. അല്ല ഇത് ബ്രൗൺ ആണ്. ഓക്കെ, എന്റെ അടുത്ത് മീൻസ് പൗഡർ ടൈപ്പാണ്. അത് വേണം. എങ്ങനെയുണ്ട് കൃഷ്ണേന്ദു മേക്കപ്പ്? ഇഷ്ടായോ? എന്ത് കണ്ടിട്ടാണോ എന്തോ എന്നെയാണ് കൃഷ്ണേന്ദു തലേ ദിവസത്തെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്വസിച്ച് ഏൽപ്പിച്ചത്. കേളി ഹെയർ പിന്നെ എൻ്റെ പരിധിയിൽ വരാത്തതുകൊണ്ട് അത് സെറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് ചന്ദനയ്ക്കാണ്. പറഞ്ഞ സമയത്തിന് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണെങ്കിലും എങ്ങനെയൊക്കെയോ ഞങ്ങൾ കൃഷ്ണേന്ദുവിനെ ഈ രൂപത്തിലൊന്ന് സെറ്റാക്കിയെടുത്തു. നമസ്കാരം. വെൽക്കം ടു കൃഷ്ണേന്ദു ആൻഡ് കുനാൽസ് വെഡിങ് ഈവ്. സോ ഇത് വലിയൊരു ഫംഗ്ഷൻ ഒന്നുമല്ല, ജസ്റ്റ് നമ്മളൊരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനായിട്ട്, അല്ലാണ്ട് നമ്മൾ കാര്യമായിട്ട് പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സോ വി വെൽക്കം കുനാൽസ് ഫാമിലി ആൻഡ് കൃഷ്ണേന്ദുസ് ഫാമിലി. ഈ ബ്യൂട്ടിഫുൾ റെഡ് സാരിയിൽ കൃഷ്ണേന്ദു വാസ് ലുക്കിംഗ് റിയലി പ്രിറ്റി. പിന്നെ അവസാനത്തെ കല്യാണം ആയതുകൊണ്ട് കുറച്ച് ഓവറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെയറൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്യിപ്പിച്ചു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ബ്യൂട്ടിഫുൾ നല്ല ഫോട്ടോസ് എടുത്തരാൻ പറഞ്ഞു. ഫ്രണ്ട്സ് ഒക്കെ എവിടെ?
പക്ഷെ നിങ്ങളാണ് കേട്ടോ എല്ലാവരും പറഞ്ഞു ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ കല്യാണം അല്ലാണ്ടാവും. അത് എന്റെ കല്യാണത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു എൽഡർ ബ്രദർ ഇല്ലേ, അവർ പറയാ യുവർ ഫ്രണ്ട്സ് ദർ ദ എപ്പിക്. അത് ചേച്ചിയും നമ്മുടെ കല്യാണച്ചക്കൻ കുണാൽ ഈസ് ഫ്രം ഛത്തീസ്ഗഡ്. സോ അവരുടെ എന്തോ ഒരു റിച്വലാണിത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈറ്റ് ആൻഡ് റെഡ് കളർ ബാംഗിൾസ് ഇടുന്നത്. സോ ആ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്നു. ബൈ ബൈ. അങ്ങനെ കല്യാണവും കഴിഞ്ഞ് നാട്ടിലെ കുറച്ച് ദിവസത്തെ സ്റ്റേയും കഴിഞ്ഞ് തിരിച്ച് ഹൈദരാബാദിലെത്തി. ഇറ്റ് വാസ് എ മെമ്മറബിൾ ട്രിപ്പ് ദിസ് ടൈം. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും എൻജോയ് ചെയ്തിട്ടൊരു ഫംഗ്ഷനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് എവറി ഗേൾ ക്യാൻ റിലേറ്റ് വിത്ത് മീ. നമുക്കെപ്പോഴും നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണം ഒരുതരം ഇമോഷനാണ് അല്ലേ? ഈ കല്യാണം കൂടാൻ പറ്റാത്ത ഞങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ കുണാലിനും കൃഷ്ണേന്ദുവിനും വേണ്ടി ഞാൻ ഈ വ്ളോഗ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ്.